നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാത്രി കേരളത്തിന്റെ പല ഭാഗത്തുള്ളവർ കടലിന്റെ മറ്റൊരു രൂപം കണ്ട അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു. കടൽ കാണാനെത്തിയവരുടെ കണ്ണിൽ അസാധാരണമായ ഒരു വെളിച്ചം തട്ടി. ആ അത്ഭുത പ്രതിഭാസം നേരിൽ കണ്ടവർ പരിഭ്രാന്തിയിലായി. കേരളത്തിന്റെ പല തീരപ്രദേശത്തും കടലിൽ ചുവപ്പ് നിറം. എന്നാൽ ആശങ്ക വേണ്ട എന്ന് കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാല വ്യക്തമാക്കി. കടലിന്റെ ചുവപ്പ് നിറം ഒരു പ്രകൃതിദത്ത പ്രതിഭാസമാണെന്നും കുഫോസ് വ്യക്തമാക്കി. തൃശൂർ ജില്ലയിലെ എടക്കഴിയൂർ ബീച്ച് മുതൽ എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ് ബീച്ച് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിന്റെ നിറത്തിൽ വലിയ തോതിൽ നിറവ്യത്യാസം കണ്ടതായി നാട്ടുകാർ അറിയിച്ചു. പ്രത്യേകിച്ചും പുതുവൈപ്പ് ബീച്ചിൽ കടൽ തീരത്തോട് ചേർന്ന തിരമാലകൾ ചുവന്ന നിറത്തിൽ പ്രത്യക്ഷപ്പെട്ടത് നാട്ടുകാർക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കുഫോസ് കടൽ ജല സാമ്പിൾ ശേഖരിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഈ പരിശോധനയിൽ കടൽ ജലത്തിൽ ഈ നോക്ടിലൂക്ക എന്ന ഡിനോഫ്രിജിലേറ്റ വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവികളുടെ കൂടി സാന്നിധ്യം കണ്ടെത്തി. ഇത് സാധാരണയായി റെഡ് ടൈഡ് എന്നറിയപ്പെടുന്ന പ്രകൃതിദത്തമായ സംഭവമാണെന്നും കുഫോസ് അറിയിച്ചു. പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു തരം ഈ പ്ലാവകമാണ് നോട്ടിലൂക്ക എന്ന് പറയുന്നത്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചം രാത്രികാലങ്ങളിലാണ് കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കുക. നോട്ടിലൂക്ക സാധാരണയായി സമുദ്രജലത്തിൽ ഉണ്ടാകാറുള്ള ഒരു സൂക്ഷ്മ ജീവിയാണ്. ചില സാഹചര്യങ്ങളിൽ അതിന്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ഇതിനെ തുടർന്ന് കടലിന്റെ നിറം ചുവപ്പായി കാണപ്പെടാറുമുണ്ട്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയ അന്വേഷണത്തിൽ നോട്ടിലൂക്ക പ്ലവകളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ മത്സ്യലഭ്യത കുറഞ്ഞിരുന്നതായി തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. പ്രാദേശികമായി ഈ പ്ലവകളെ പോള എന്നാണ് വിളിക്കുന്നത്. ഇത്തരം ഈ പ്ലവകങ്ങളുടെ അമിത വളർച്ചയ്ക്ക് പിന്നിൽ കാരണങ്ങൾക്ക് കണ്ടെത്താനായി വിശദമായ പരിശോധന നടത്തുകയാണ്. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസുമായി കൂടുതൽ ഡാറ്റയ്ക്ക് ബന്ധപ്പെട്ടെങ്കിലും മേഘവ്യക്തമായിട്ടുള്ള കാലാവസ്ഥയിൽ ഉപഗ്രഹ സഹായം ഉപയോഗിച്ചുള്ള ഡാറ്റ ശേഖരണം കഠിനമാണ് എന്ന് അറിയിച്ചെന്നും കുഫോസ് വ്യക്തമാക്കി. അതേസമയം കണ്ടെയ്നറുകൾ കടലിൽ വീണതും ഇടയ്ക്ക് വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരുന്നു. അന്ന് കണ്ടെയ്നറുകൾ കരയിലെത്തിക്കാൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് 2 ദുരന്ത പ്രതികരണ സംഘങ്ങളെ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശ ജില്ലകളിൽ വിന്യസിക്കും. വടക്കൻ ജില്ലകളിൽ ഓരോ ടീമുകളെ വിന്യസിക്കും. തീരത്ത് എത്തുന്ന എണ്ണപ്പാട നീക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രത്യേക സംഘങ്ങളെ തീരദേശ ജില്ലകളിൽ സജ്ജമാക്കി. കപ്പലിലെ എണ്ണ കടലിന്റെ താഴ്ത്തട്ടിലേക്ക് പോകുന്നത് തടയാൻ വിവിധ വകുപ്പുകൾ ചേർന്ന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ മഴയുടെ ശക്തിയും കൂടുന്നുണ്ട്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുമ്പോഴും കേരളത്തിന്റെ ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അടുത്ത 5 ദിവസത്തെ മഴ സാധ്യത പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് ഒരു ജില്ലയിലും പ്രത്യേക അലർട്ടുകൾ നൽകിയിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന വാർത്ത. എന്നാൽ ഇന്ന് 14 ജില്ലയിലും നേരിയ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ 10-ാം തീയതി നോക്കുകയാണെങ്കിൽ തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇനി 11-ാം തീയതി നോക്കുകയാണെങ്കിൽ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ, വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 12-ാം തീയതിയും സമാനമായ അവസ്ഥ തന്നെയാണ്. തെക്കൻ തമിഴ്നാട്, കേരള തീരം, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും ഒക്കെ തന്നെ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും വേഗതയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. അവധി ദിവസങ്ങളാണ്. ജലാശയങ്ങളൊന്നും ഇറങ്ങാതെ പരമാവധി സൂക്ഷിക്കുക.